പെണ്ണുങ്ങളെല്ലാവരും കോഴിനെ വളർത്തണം. കുടുംബസംഗമാണല്ലോ. പെണ്ണുങ്ങളെല്ലാവരും പറ്റുന്നവര്, ആണുങ്ങൾ കഴിവുള്ളവരൊക്കെ ആടിനെ വളർത്തണം, കഴിയാത്തൊരു കോഴിനെ വളർത്തണം. ഞാൻ പറഞ്ഞല്ല, മുതലുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല. ഇതു കാണുവാൻ ഇബ്നു മാജ നീ നോക്കല. ആടിനെ നോക്കാൻ കഴിവുണ്ടെങ്കിൽ ആട്. അല്ലെങ്കിലും മനുഷ്യന്മാര് താമസിക്കുന്ന വീട്ടിൽ മനുഷ്യനല്ലാത്ത വേറൊരു ജീവി ഉണ്ടാവില്ല, എപ്പോഴും ഹൈറാണ്. മനുഷ്യനല്ലാത്തൊരു സാധനം അവിടെ വേണം. ഒന്നുമില്ലെങ്കിൽ ഒരു പൂച്ചയിലും വേണം. ആടും കോഴി ഒന്നുമില്ലെങ്കിൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് പൂച്ചയുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് പൂച്ചയുണ്ടായിരുന്നു. ആയിഷ ബീവി പറയാണ്, എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നു. ഞാന് ആ പൂച്ചയെ സ്വന്തമായി നോക്കും, എപ്പോഴും താലോലിക്കും. കിടന്നുറങ്ങുമ്പോ ചിലപ്പോൾ എന്റെ വിരിപ്പിൽ വന്ന് എന്റെ പൂച്ച കിടന്നുറങ്ങൽ പതിവുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വഴിയിൽ ഞാൻ ഒറ്റപ്പെടുകയും മുനാഫിക്കുകൾ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും കാത്തുകൊണ്ട് ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും ദിവസം എന്റെ വീട്ടിലേക്ക് വരാതിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് മിണ്ടാതിരുന്ന അത്രയും ദിവസം എന്റെ വളർത്തുപൂച്ച എന്നോട് മിണ്ടിയില്ല. അള്ളാന്റെ റസൂല് മിണ്ടണ്ട എന്ന് തീരുമാനിച്ച ഒരു മനുഷ്യനോട് മിണ്ടാൻ ഭക്ഷണം കൊടുക്കുന്ന പൂച്ച പോലും തയ്യാറായില്ലെന്ന് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് മനുഷ്യൻ പാർക്കുന്നിടത്ത് മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി വേണം. അത് കഴിവിനനുസരിച്ചാ. ആടിന് നോക്കണമെങ്കിൽ നല്ല ചെലവാണ്. ആടിന്റെ പൈസ വേണം, ആട്ടുംകൂടിന്റെ പൈസ വേണം. ആടിനെ നോക്കാൻ സ്വന്തമായിട്ട് സ്ഥലവും വേണം. അല്ലാതെ ആരാന്റെ പറമ്പക്ക് വിടാൻ പറ്റൂലല്ലോ. കോഴിക്ക് പിന്നെ ആ കുഴപ്പമില്ല. അതുകൊണ്ട് കോഴി എന്തായാലും വേണം. കോഴി എന്തായാലും വേണം. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. കോഴിക്ക്, ആടിന്, മൃഗങ്ങൾക്ക് ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റൂലെങ്കിൽ ആ സ്ഥലത്ത് മനുഷ്യനും താമസിക്കാൻ പറ്റൂല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്നു. ഒട്ടകപ്പുറത്താണ് യാത്ര. പുണ്യനബി താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്, ഒട്ടകം താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു. മനുഷ്യനല്ലാത്ത ജീവികൾ താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലം തന്നെയാണ് മനുഷ്യനും താമസിക്കാൻ പറ്റിയത്. അപ്പൊ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങിയാൽ ആദ്യം അവിടെ ഒരു ആടിനെ കൊണ്ടുപോയി കെട്ടി വെക്കണം. ആട് അവിടെ നിന്ന് പച്ചിലകൾ കടിച്ചു തിന്ന് അയവിറക്കാൻ വേണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം പെരണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ആട് ചെന്നേക്കിന് തന്നെ ബാക്കത്തെ രണ്ട് കാലും ഉപയോഗിച്ച് ചാടുകയാണെങ്കിൽ ഇവിടെ മനുഷ്യന് പാർക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കണം. വളർത്തുജീവികൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് മനുഷ്യനും താമസിക്കാൻ പറ്റുന്ന സ്ഥലം. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി. എല്ലാ അമ്പിയാക്കളും അതുപോലെ ഭയങ്കര തൊഴിലാളികളായിരുന്നു, എല്ലാ അമ്പിയാക്കളെയും. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം ഭരിച്ച രാജാവാണ്. ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. കൈത്തൊഴിലെന്ത് സമർത്ഥനാ സക്കരിയ, നമുക്കെന്തോ മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. പെണ്ണുങ്ങൾക്ക് സബുറ് നഷ്ടപ്പെട്ടത് അലക്ക് മെഷീൻ വന്നതിന്റെ ശേഷാന്ന് ഞാൻ പറയലുണ്ട്. നിങ്ങൾക്ക് എതിർപ്പുണ്ടായാലും ഞാൻ അങ്ങനെ പറയും. സ്ത്രീകൾക്ക് സബുറ് നഷ്ടപ്പെട്ടത് അലക്ക് മെഷീൻ വന്നതിന്റെ ശേഷമാണ്. തുണിയും കുപ്പായും തിരുമ്പുക എന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യമായ അമല, വലിയ അമല. എന്തേ? നിയ്യത്ത് ശരിയാവണമെന്നേ ഉള്ളൂ. അന്നളാഫത്തു മിനൽ ഈമാൻ ഹബീബുനാ റസൂലുള്ളാഹി, വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
രാവിലെ എഴുന്നേറ്റ് അകം വൃത്തിയാകുമ്പോ മുറ്റം അടിച്ചു വാരുമ്പോ നിയ്യത്ത് ചെയ്യണം. ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു അമലാണിതെന്ന് പുണ്യനബി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടിച്ചു വാരുന്നതെന്ന്. എന്നാൽ ബാത്റൂം കഴുകിയാലും ഈമാൻ കൂടുന്നതാണ്. ഈമാൻ കൂടുന്ന അമലിന് വേണ്ടി മറ്റൊരാളെ കാത്തു നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് കക്കൂസ് കഴുകാൻ മറ്റൊരാളെ കാത്തു നിൽക്കരുതേ, നമ്മൾ തന്നെ കഴുകണം. ഈമാൻ കൂടുന്ന അമലിന് വേറെ ആളെ കാത്തിക്കാൻ പറ്റില്ലല്ലോ. ഈമാൻ കൂടുന്ന അമല് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. നളാഫത്ത് എന്ന് പറഞ്ഞാൽ ഈമാൻ വർദ്ധിക്കുന്ന അമലാണ്. അതിന് മറ്റൊരാളെ കാത്തിക്കാൻ പാടില്ല, അത് നമ്മൾ തന്നെ ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ ദറജ കിട്ടും. വലിയ വലിയ ദറജ കിട്ടുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ട് വരുന്നതാ. നിസ്കരിക്കണതിന് കൂലിയുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളി ചെല്ലുമ്പോ പള്ളിന്റെ സിമന്റിന്റെ തൂണിന്റെ താഴെ പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ തലയിടുന്ന തൊപ്പി ഉണ്ടാവും. ആ തൊപ്പി എടുത്തുങ്ങാണ്ട് തലയിലിട്ടാല് ഒരു നിസ്കാരം 25 നിസ്കാരമായിട്ട് കിട്ടും. അത് ജുമയാണെങ്കിൽ 70 ജുമയായിട്ട് കിട്ടും. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭമുണ്ടായി പ്രസവിച്ചാൽ 70 ഷഹീദിന്റെ കൂലിയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഗർഭം 70 ഷഹീദിന്റെ കൂലി കിട്ടുന്ന അമലാണ് എന്ന നിലക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. 70 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞാൽ ഹംസ റളിയല്ലാഹുവിനെ പോലെ ധാരാളം ശുഹദാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര ഇടങ്ങേറായിട്ട് അവർ ഷഹീദായത്. അതേ കൂലി 70 ഹംസ റളിയല്ലാഹുവിന്റെ കൂലിയാണ് പള്ളയിലുണ്ടായി പെറ്റാൽ ഒരു പെണ്ണിന് കിട്ടുക. ആ നിലക്ക് അതിനെ കാണാൻ പറ്റിയാൽ യാതൊരു വിഷമവും ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യവും പഠിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ സ്വന്തം മകൻ ബന്ധുവല്ലെന്ന് ഖുർആൻ പറഞ്ഞ മനുഷ്യൻ. കപ്പലുണ്ടാക്കിയിട്ട് എല്ലാരും വിളിച്ചു. ജലപ്രളയമുണ്ടായി, വലിയ ജലപ്രളയമുണ്ടായി. വകാന ഫീ മാസിലിൻ യാ ബുനയ്യ ഇർകം മഅനാ. കപ്പലിലായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. മോനെ വിളിച്ചു, യാ ബുനയ്യ, എന്റെ പൊന്നര മനെ എന്നാണ് അതിന്റെ അർത്ഥം. യാ ബുനയ്യ ഇർകം മഅനാ, മോനെ നീ നമ്മളോടൊപ്പം ഈ വാഹനത്തിൽ കയറെന്ന് പറഞ്ഞു. വലാതകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങൾ എന്ന ഒരു കുടുംബമുണ്ട്, ആ കുടുംബത്തിൽ നീ ചേരരുതെന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, വാപ്പാ സആവീലാ ജബലിൻ യസ്മുനി മിനൽ മാ, വെള്ളത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും പർവ്വതത്തിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ ഒരു മല ഉണ്ടായിരുന്നില്ല എന്നാണ്. ഒരു മല അവിടെ ഉണ്ടെങ്കിൽ സആവി ഇലൽ ജബലി എന്ന് അലിഫ് ലാം ചേർത്ത് പറയണം. സആവീലാ ജബലിൻ, ഏതെങ്കിലും ഒരു മലയിൽ കയറി ഞാൻ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. വെള്ളം തിരമാലകൾ ഓളം തല്ലി. വഹാല ബൈനഹുമൽ മൗജു വകാന മിനൽ മുഗ്റഖീൻ, പ്രതിസന്ധിയെ തരണം ചെയ്ത സന്ദർഭത്തിൽ അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞിരുന്നു, നൂഹേ, നിങ്ങളുടെ ബന്ധുക്കളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളെ ബന്ധുക്കളെ ഞാൻ നോക്കിക്കോളാന്ന് നൂഹ് നബിനോട് അല്ലാഹ് പറഞ്ഞിരുന്നു. അത് വെച്ചിട്ടാണ് നൂഹ് നബി അവസാനെങ്കിലും എൻ്റെ മോൻ രക്ഷപ്പെടുന്ന കരുതിയത്. കാരണം ബന്ധുക്കളെ സംരക്ഷിക്കാന്ന് അല്ലാഹ് പറഞ്ഞതല്ലേ. പക്ഷേ രക്ഷപ്പെട്ടില്ല. വഹാല ബൈനഹുമൽ മൗജു വകാന മിനൽ മുഗ്റഖീൻ, തിരമാലകൾ അവർക്കിടയിൽ മറയിടുകയും മകൻ മുങ്ങി മരിക്കുകയും ചെയ്തു. വഖീല യാ അർളു ബിലഈ മാഅകി വയാ സമാഉ അഖ്ലിഈ, അല്ലാഹു ഭൂമിയോട് തന്റെ വെള്ളത്തെ വിഴുങ്ങാനും ആകാശത്തോട് വെള്ളത്തെ പിടിച്ചു നിർത്താനും പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേടകം ജൂദി എന്ന പർവ്വതത്തിൽ പോയി നങ്കൂരമിട്ടു. ജൂദി പർവ്വതത്തിൽ നൂഹ് നബിയുടെ കപ്പൽ നിന്നു. കപ്പലിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം താഴെ ഇറങ്ങിയപ്പോ ഒരു സന്തോഷവും ഒരു ദുഃഖവുമുള്ള സമ്മിശ്ര പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ട സന്തോഷമുണ്ട്, എന്നാൽ തന്റെ മകൻ മരണപ്പെട്ട വിഷമമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹകീമീൻ. അല്ലാഹുവേ, എൻ്റെ മകൻ മുങ്ങി മരിച്ചിരിക്കുന്നു. നീ എന്നോട് എൻ്റെ ബന്ധുക്കളെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എൻ്റെ മകൻ എൻ്റെ ബന്ധുവല്ല റബ്ബേ, പിന്നെന്താണ് അവൻ മുങ്ങി മരിച്ചത്? നീ അഹ്കമുൽ ഹാകിമീനായ റബ്ബല്ലേ തമ്പുരാനെ എന്ന് നൂഹ് നബി ചോദിച്ചു. അല്ലാഹു അതിന് മറുപടി പറഞ്ഞു.
നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ ബന്ധുവല്ല, ഓന്റെ ബന്ധുവല്ല. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ ബന്ധുവല്ല. കാരണം ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാത്തവനാകുന്നു. സ്വാലിഹായ മനുഷ്യന്റെ ബന്ധു സ്വാലിഹ് മാത്രമേ ആവുള്ളൂ. മുഅ്മിനായ മനുഷ്യന്റെ ബന്ധു മുഅ്മിന് മാത്രമേ ആവുള്ളൂ. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയായിരിക്കും. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. നമ്മളെ മക്കള് നമ്മളതാവണമെങ്കിൽ അവർ സ്വാലിഹീങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ ബന്ധു തന്നെ ആവുകയില്ല. മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഭാര്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ ബന്ധുവായി കിട്ടാനാ. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലന, ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുരിയാതിന, സന്താനങ്ങളിൽ നിന്നും, ഖുറത അയുനിൻ, കണ്ണിന് കുളിർമ നൽകണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണമേ. ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്താണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാല്, ഭാര്യ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി നീ കാണലാണ്, മക്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി നീ കാണലാണ്. നീ വൈകുന്നേരം അങ്ങാടിയിൽ പോയി വീട്ടിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ നിന്റെ ഭാര്യ നിസ്കാരക്കുപ്പായത്തിലാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭാര്യ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കാണുന്നതിനെയാണ് ഭാര്യയിൽ നിന്ന് കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത്. ഭർത്താവ് നിസ്കരിക്കുന്നതായി ഭാര്യ കാണുന്നതിനാണ് ഭർത്താവിൽ നിന്ന് ഭാര്യക്കുള്ള കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത്. നീ വൈകുന്നേരം അങ്ങാടിയിൽ നിന്ന് തിരിച്ചു ചെല്ലുമ്പോ നിന്റെ മോളും നിന്റെ മോനും മുസാഫ് മറിച്ചു വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നത് നീ കാണുന്നതിനെയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി നീ കാണുന്നതിനെയാണ് അവരിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവേണ്ടത്, പടച്ചോനെ, എന്റെ ഭാര്യനെ എനിക്ക് സ്വർഗത്തിൽ കിട്ടൂലേ എന്നതിലും എന്റെ മക്കളെ എനിക്ക് സ്വർഗത്തിൽ കാണാൻ പറ്റൂലേ എന്നതിലും ആണ്. മഹ്ശറയില് മനുഷ്യന്മാര് പുനർജനിക്കുന്ന സന്ദർഭത്തിൽ മൂത്ത മോൻ ചോദിക്കുന്നതാണ് വാപ്പാട്. എല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോ മൂത്ത മോൻ ചോദിക്കുത്തര വാപ്പാട്, വാപ്പാ, ദുനിയാവിൽ അള്ളാഹു നമ്മളെല്ലാരെയും ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇവിടെയും ഒരുമിച്ച് കൂട്ടി തന്നല്ലേ എന്ന് സന്തോഷത്തോടു കൂടെ പറയുമെന്നാണ് മഹ്ശറയിൽ. അത് വലിയൊരു രംഗാണ്. ഈ ജീവിതം ശരിക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ളതാണ്.